കേരളത്തിൽ 5 പുതിയ ദേശീയപാതകൾ കൂടി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതിന്റെ പദ്ധതി രേഖ തയ്യാറാക്കാനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്രം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ടറിയോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഏതൊക്കെ പാതകളാണ് ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്? നേരത്തെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊപ്പം ശ്രീ നിതിൻ ഗഡ്കരിയുമായി ഡൽഹിയിൽ പോയി ചർച്ച ചെയ്ത ഘട്ടത്തിൽ നിർദ്ദേശം വച്ച പ്രധാനപ്പെട്ട പാതകളാണ്. ഞാൻ മറ്റ് വിശദവിവരങ്ങളിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. എറണാകുളം ജില്ലയിലെ വൈപ്പിനും ഏറെ ആശ്വാസകരമാകുന്നതുണ്ട്. അതുപോലെ കോഴിക്കോട്ടെ എയർപോർട്ട് റോഡ്, രാമനാട്ടുകര മുതൽ കോഴിക്കോട് എയർപോർട്ട് വരെയുള്ള റോഡ് ഇതിൽ വന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. അതുപോലെ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട 5 റോഡുകളാണ് അത് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ കാര്യമാണ്. ദേശീയപാത 66 പ്രവൃത്തി ഏറെക്കുറെ കുതിച്ച് മുന്നോട്ട് പോയി 450ഓളം കിലോമീറ്റർ പൂർത്തീകരിച്ചു. 444 കിലോമീറ്റർ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പൂർത്തീകരിച്ചു. അപ്പോൾ ആ ഘട്ടത്തിൽ കേരളത്തിന് വീണ്ടും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ പാതകൾ വരുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴായിരിക്കും ഇത് ജനങ്ങൾക്ക് തുറന്നു? വേഗത്തിൽ നടത്തി ഇതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് പോകണം. അത് എത്രയും വേഗത്തിലാക്കും. ഇപ്പോൾ 5 പുതിയ ദേശീയപാതകൾ കൂടി എത്രയും പെട്ടെന്ന് കേരളത്തിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.